ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 15ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അഷ്ടമീ ചന്ദ്രബിഭ്രാജ ദലികസ്ഥല ശോഭിത. ഇതാണ് ശ്ലോകം. ശ്ലോകത്തിൻ്റെ അർത്ഥം അഷ്ടമിചന്ദ്രനെ പോലെ വിഭ്രാജിക്കുന്ന, അതായത് പ്രകാശിക്കുന്ന ദളികസ്ഥലം. ദളികസ്ഥലം നെറ്റിത്തടം, നെറ്റിത്തടം കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ്. അംബികയുടെ നെറ്റിത്തടത്തെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അഷ്ടമിചന്ദ്രൻ എന്നാൽ 8 കലകളോട് കൂടിയ ചന്ദ്രൻ എന്നാണ് അർത്ഥം. അർദ്ധചന്ദ്രനെ സ്ത്രീകളുടെ നെറ്റിത്തടത്തോട് ഉപമിക്കുന്നതും ഭാരതീയ സാഹിത്യത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതായത് സ്ത്രീകളുടെ നെറ്റിത്തടം അർദ്ധചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് പൊതുവെ കാണപ്പെടുന്ന, ഭാരതത്തിലെ സാഹിത്യത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു വിശേഷണമാണ്. ഇവിടെ ഭഗവതിയുടെ നെറ്റിത്തടത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലയോ ഭഗവതി, സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭിക്കുന്ന അവിടുത്തെ നെറ്റിത്തടം കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന മറ്റൊരു ചന്ദ്രക്കലയാണോ എന്ന് സംശയിക്കുന്നു എന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. അതായത് അംബികയുടെ നെറ്റിത്തടത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അംബികയുടെ നെറ്റിത്തടം അഷ്ടമിചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. അഷ്ടമിചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അംബികയെ ഞങ്ങൾ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അഷ്ടമീ ചന്ദ്ര ബിഭ്രാജ ദലികസ്ഥല ശോഭിത. ദലികസ്ഥലം നെറ്റിത്തടം. ഈ ശ്ലോകത്തിൻ്റെ 15ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഈ ശ്ലോകം ജപിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അഷ്ടമീ ചന്ദ്ര ബിഭ്രാജ ദലികസ്ഥല ശോഭിത. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഈ ശ്ലോകം ജപിക്കുമ്പോൾ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അംബികയുടെ നെറ്റിത്തടത്തെ പറ്റി ഓർമ്മ വരണം. അങ്ങനെയുള്ള നെറ്റിത്തടത്തിൽ കിരീടം ചാർത്തിയിരിക്കുന്നു. കിരീടത്തിനെ പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.